ഇന്ന് ഉച്ചത്തേക്ക് കറി വെക്കാനായിട്ട് ഒരു കവർ നിറച്ചും കുഞ്ഞമ്മത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ കെട്ടിയോ പറഞ്ഞ് ഇന്ന് വീട്ടിൻ്റെ അവിടെ നിന്ന് മീൻ മേടിക്കേണ്ട, ഞാൻ പുറത്ത് പോയിട്ട് മേടിച്ചിട്ട് വരാം. അതെനിക്ക് ഇത്രയും വലിയ പണിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. അങ്ങനെ പുറത്ത് പോയി വന്നപ്പോൾ ഉണ്ട് ഒരു കവർ നിറച്ച് മത്തി കൊടുത്തിരിക്കുന്നത്. ഒരു 1.5 കിലോ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒത്തിരിപ്പം ഞാൻ നന്നാക്കി എടുത്തപ്പോഴേക്കും എൻ്റെ നടുവിന് മുതുവിന് കറിയൊക്കെ ഒരു തീരുമാനത്തിലായിട്ടുണ്ട്. പക്ഷേ നല്ല രസമാണ് ഇത്. മീൻ കറി നല്ല വറ്റിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ വേഗം മീനൊക്കെ നന്നാക്കി എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തപ്പോഴേക്കും എൻ്റെ കാര്യത്തിന് തീരുമാനമായിട്ട് അങ്ങനെ വേഗം അതൊക്കെ കഴുകി എടുത്തിട്ട് കറിക്കുള്ളതും വറക്കാനൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് നല്ലപോലെ ഉപ്പും മുളകൊക്കെ ഇട്ട് മസാല തേച്ച് കുറച്ച് നേരം പിടിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ. അപ്പോഴേക്കും കറി നല്ല മുളക് കറി അടുപ്പത്താക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിള വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം മത്തിയൊക്കെ അതിലേക്ക് കൈയോടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് വെച്ച് കൊടുത്തു കേട്ടോ. നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയിട്ടാണ്, നമ്മുടെ പയറുപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ വറവിട്ടെടുത്തിട്ട് ആവിയിൽ വേവിക്കും. നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചക്കറി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ട് വേഗം മീൻ വറക്കേണ്ട പരിപാടികൾ നോക്കിയിട്ട് വേഗം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നേരെ ചട്ടി ചൂടാക്കി അതിലേക്ക് മീനൊക്കെ വറക്കാനിട്ടു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വേഗം ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അപ്പോൾ ചടപട വെച്ചിട്ട് എനിക്കിങ്ങനെ അടുക്കള വൃത്തിയേടായി കിടക്കുന്ന തീരെ ഇഷ്ടമില്ല. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ അപ്പോഴേക്കും നല്ല വിശപ്പായി. അങ്ങനെ പച്ചക്കറി മീൻ വറുത്തും മീൻ കറി ഒക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അപ്പത്രയുള്ളൂ. ബായ്.